ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ 3 ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ, അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണെങ്കിൽ വളരെ നല്ലത്, ആ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുപാടും ചെയ്യാൻ പറ്റുന്ന 3 ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും ആദ്യം തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ളതായിരിക്കാം, ഓൾറെഡി നടക്കുന്നതായിരിക്കാം, പക്ഷേ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കേരളത്തിൽ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ഉള്ള ബിസിനസ് ഏറ്റവും നന്നായി നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. പക്ഷെ അവിടെ പോലും ഓർഗനൈസ്ഡ് ആയിട്ട് ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ 3 ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനും വലിയ സാധ്യതകൾ കേരളത്തിലുണ്ട്. ഏറ്റവും ആദ്യത്തെ ഹോസ്പിറ്റൽ ഗിഫ്റ്റ് ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ്, ഹോസ്പിറ്റലിലേക്ക് എന്ത് ഗിഫ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് മിക്കവാറും ചിലപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിളോ ഓറഞ്ചോ ഒക്കെ ആയിട്ട് പോകാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സമാധാനത്തിന് വേണ്ടി, നമ്മുടെ സമാധാനത്തിനും അവരുടെ ഒരു സമാധാനത്തിനും വേണ്ടി നമ്മൾ എന്തെങ്കിലുമായിട്ടാണ് പോകുന്നത്. ഇത് നമ്മളുടെ ഒരു കസ്റ്റം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയത്തിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണാൻ പോകുന്ന രോഗികൾക്ക് ആവശ്യമുള്ള തരത്തിൽ അവരുടെ ഡയറ്ററി റിക്വയർമെൻറ്റ്സ് കൂടി മനസ്സിലാക്കിക്കൊണ്ടൊക്കെ തരംതിരിച്ചുകൊണ്ട് കൃത്യമായ കാലറീസ് ഒക്കെ എഴുതിക്കൊണ്ട് കൃത്യമായിട്ടുള്ള പാക്കേജിങ്ങൾ സെറ്റപ്പ് ചെയ്ത് ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ രൂപത്തിലാക്കി, ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെ ആവണം നിർബന്ധമില്ല, ഇതുപോലുള്ള അവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ആവാം, ചിലപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ടോയ്സ് ആവാം, അങ്ങനെയുള്ള പലതരത്തിലുള്ള സാധനങ്ങളുടെ ഗിഫ്റ്റ് പാക്കേജുകളുടെ ഹാമ്പേഴ്സിൻ്റെ ഒരു ഷോപ്പ് അത്യാവശ്യം പ്രീമിയമായിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. പ്രത്യേകിച്ചും അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽസിൻ്റെ ചുറ്റുപാടുമൊക്കെ ആണെങ്കിൽ ഇതിന് വലിയ സാധ്യത തന്നെയാണ്. എന്നിട്ട് ഹോസ്പിറ്റലുമായിട്ട് സ്ഥിരമായി കൊളാബറേറ്റ് ചെയ്യുകയും ടൈപ്പ് ചെയ്യുകയും ഹോസ്പിറ്റലിൽ പറ്റുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൗണ്ടർ കൊടുക്കുകയും ഒക്കെ ചെയ്താൽ വലിയ സാധ്യതയാണ് ഇത്തരം ഹോസ്പിറ്റൽ ഗിഫ്റ്റ് കൗണ്ടേഴ്സിന് ഹോസ്പിറ്റലിന് ചുറ്റും ബിസിനസ് ചെയ്യാനായിട്ട്. വെറുതെ ഒരു ഷോപ്പ് ഇട്ടതുകൊണ്ട് മാത്രം ബിസിനസ് നടക്കില്ല എന്നുള്ളത് തിരിച്ചറിയുക. കൃത്യമായിട്ടുള്ള പബ്ലിക് റിലേഷൻസും പേഴ്സണൽ റിലേഷൻസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. അടുത്തത് ഹോം കെയർ സർവീസസ് ആണ്. പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ, വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ഹോം കെയർ സർവീസ് ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പരിചയത്തിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെ പരിചയത്തിലോ അല്ലെങ്കിൽ അവിടെയുള്ള ആശുപത്രിയിലെ അധികൃതരുടെ പരിചയത്തിലോ ഒക്കെ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പലപ്പോഴും ആളുകളെ കണ്ടെത്തുന്നത്. കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം അതിനില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു കസ്റ്റമർ ടേബിൾ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കെയർ സെൻറ്റർ ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിനകത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ജസ്റ്റ് പുറത്തോ ഒരു ഓഫീസ് എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അത് വലിയൊരു സാധ്യത തന്നെയാണ്. തീർച്ചയായിട്ടും അത് വളരെ പ്രൊഫഷണലി വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ ഒരു 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ മാത്രം ചിലപ്പോൾ അസിസ്റ്റൻസ് മതിയായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നാലും ഒരു അസിസ്റ്റൻസ് കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സർവീസാണ് ഉദ്ദേശിക്കുന്നത്. അത് വലിയ സാധ്യതയാണ്. ഈ പ്രായമായവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ഒരു സപ്പോർട്ടോ സർവീസോ ഒക്കെ ആവശ്യമായിട്ട് വരും ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും. കാരണം വീട്ടിൽ നിൽക്കാൻ, ചിലപ്പോൾ നോക്കാൻ, കെയർ ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പം ഒരു തേർഡ് പാർട്ടിയുടെ സഹായം ഇല്ലാതെ പറ്റില്ല. അതൊരു പ്രൊഫഷണലാണെങ്കിൽ അത്രയും നല്ലത്. മൂന്നാമത്തേത് ലോഡ്ജിങ് ഫെസിലിറ്റീസ് ആണ്. ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ ഫാമിലി, ഇവർക്കൊക്കെ താമസിക്കാൻ ഹോസ്പിറ്റലിൽ പലപ്പോഴും സൗകര്യങ്ങൾ ഉണ്ടാവാറില്ല. അതിനുവേണ്ടി ചില വലിയ ഹോസ്പിറ്റലുകളൊക്കെ അവരകത്ത് തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ തന്നെ അതൊരു വലിയ ബിസിനസ്സാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലല്ല, ഇപ്പോൾ ഒരു ഹോട്ടൽ രീതിയിലാണ് പല വലിയ ഹോസ്പിറ്റൽസും ചെയ്യുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവർ മനസ്സിലാക്കിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ പല ഹോസ്പിറ്റൽസിൻ്റെ അടുത്തും ഇത്തരത്തിൽ താമസിക്കാനുള്ള സംവിധാനങ്ങളില്ല. അത്യാവശ്യം വൃത്തിയിൽ, കുറച്ച് പ്രീമിയമായിട്ട്, ഇതെല്ലാം പ്രീമിയമായിട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഒന്ന് പ്രീമിയമായിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ലോഡ്ജിങ് എന്നുള്ള ഫെസിലിറ്റീസ് നല്ല രീതിയിൽ കൊടുത്താൽ ഡെഫിനറ്റായിട്ട് അതും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ 3 ഓപ്പർച്യൂണിറ്റീസും ഓൾമോസ്റ്റ് ഷുവർ ഷോട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ, തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റൽ എന്നിവയൊക്കെ ഇതിന് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമോ സംശയമോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ കണക്ട് ചെയ്യാം. തീർച്ചയായിട്ടും വേണമെങ്കിൽ നമുക്കൊരു കാച്ച്മെൻറ്റ് സ്റ്റഡിയോ അനാലിസിസോ ചെയ്തതിന് ശേഷം ആ ബിസിനസ്സിലേക്ക് ഇറങ്ങാം. ഓൾ ദി ബെസ്റ്റ്.